ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിത്തിരി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ അതിനായിട്ട് കടലപ്പരിപ്പ്, ഗുണ്ടൂർ മുളക്, ഇത് തിരുവനന്തപുരത്തെ മുളക് അവിടെ കിട്ടില്ല. പിന്നെ ഞാൻ സ്വിഗ്ഗിയിൽ നോക്കിയപ്പോൾ കിട്ടി, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ. പിന്നെ കുരുമുളകുണ്ട്, കായം ഇട്ടിട്ടുണ്ട്. കായം ഞാൻ ഉണക്കി പിന്നെ വറുത്ത് പൊടിച്ച് കഷ്ണങ്ങളാക്കി പൊടിച്ച് വെച്ചതാട്ടോ. കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഞാൻ ഇട്ടിട്ട് അത് മൂത്ത് വന്നു. അപ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഉഴുന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതും കഴുകിയതാണ്, എല്ലാം കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഇതാ ഉഴുന്ന് മൂത്ത് വന്നു കേട്ടോ. കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം, അതാണ് അതിൻ്റെ ഇത് മൂപ്പ് എന്ന് പറയുന്നത്. ഇത് കടിക്കുമ്പോൾ കണ്ടോ ഈ ശബ്ദം വരണം. അടുത്തത് അരിയാണ് കേട്ടോ. ഞാനിത് കഴുകി വാലാൻ വെച്ചതാട്ടോ. അരിപ്പയിൽ ഇതിട്ട് കൊടുക്കാം. അരി നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അരി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കടിക്കുമ്പോൾ നല്ല കറുമുറ് പറയണേ. കണ്ടോ നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുത്താൽ മതി. എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് പൊടിച്ചെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ചമ്മന്തിപ്പൊടി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ ഞാൻ ഈ ശർക്കര ഇതിലേക്കിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് ടേസ്റ്റ് നോക്കാനാണ്. കുറേ എടുത്തിട്ടുണ്ടെങ്കിലേ ടേസ്റ്റാവും. ദോശയൊന്നും ഇല്ല ഇന്ന്. അപ്പം നമ്മൾ ദോശയോ ഇഡ്ഡലിയോ കഴിക്കുമ്പോൾ മാത്രം ഇത് നമ്മൾ എടുക്കാം. വെളിച്ചെണ്ണ എണ്ണ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഉപ്പും എല്ലാം പാകത്തിന് എരിവ്, ഉപ്പ്, കുരുമുളകിൻ്റെ കുത്ത്, ഗുണ്ടുമുളകിൻ്റെ കുത്ത് ഉണ്ട്. എത്ര ദോശ വേണമെങ്കിലും കഴിക്കാം, ഇഡ്ഡലി വേണമെങ്കിലും കഴിക്കാം. ഇതിപ്പോൾ എൻ്റെ അനിയത്തിമാർ വരുമ്പോൾ എല്ലാം കൊണ്ടുപോകും, എനിക്ക് കിട്ടില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ.